പക്ഷേ ഈ ഒരു 11000 രൂപ സെഗ്മെന്റിൽ നമുക്ക് 48 മെഗാ പിക്സലിന്റെ ക്യാമറയും അതുപോലെ തന്നെ ഫുൾ HD നോച്ച് ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജറും ടൈപ്പ് C കേബിളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പോക്കോ M3 ആണ്. വെൽക്കം ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പോക്കോ M3 ഈ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടാണ്. പോക്കോ M2 ഇനി കുറച്ച് കാലം വിശ്രമിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം എന്നൊക്കെ പറയാവുന്ന തരത്തിലാണ് ഈ പോക്കോ M3 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ മാർക്കറ്റിൽ വരാൻ പോകുന്നത്. കാരണം ഒരുപാട് ഫീച്ചേഴ്സ്, അതും ഏറ്റവും കുറഞ്ഞ പ്രൈസിന് നമുക്ക് പോക്കോ നൽകുന്നുണ്ട്, അഥവാ ഷോമി നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിന്റെ സ്പെസിഫിക്കേഷൻസും മറ്റു ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഒരു ബഡ്ജറ്റ് രാജാവ് എന്നൊക്കെ തീർച്ചയായും വിളിക്കാൻ സാധിക്കുന്ന ഒരു മൊബൈൽ ഫോണാണ് പോക്കോ M3 എന്ന് പറയുന്നത്. M3 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആദ്യമായി നൽകുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് 6000 mAh മാസീവ് കപ്പാസിറ്റി ഉള്ള ബാറ്ററി എന്ന് പറയുന്നത്. 6000 mAh ഒരു വലിയ ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ നൽകുന്നത്. കൂടാതെ നമുക്ക് 18 വോൾട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഇൻ ബോക്സ് ആയിട്ട് നൽകുന്നുണ്ട്. അടുത്തതായി എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു മൊബൈൽ ഫോണിന്റെ ക്യാമറ സെറ്റപ്പ് ആണ്. നമുക്ക് പ്രൈമറി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 48 മെഗാ പിക്സലിന്റെ മെയിൻ ഷൂട്ടറും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ബാക്ക് ക്യാമറ അഥവാ പ്രൈമറി ക്യാമറയിൽ ലഭിക്കുന്നത്. അടുത്തതായി ഈ ഒരു മൊബൈൽ ഫോണിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് കോൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 662 ആണ്. പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 100% മാർക്ക് തന്നെ കൊടുക്കാൻ സാധിക്കും. കാരണം ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് പവർ എഫിഷ്യന്റ് ആണ്, അതുപോലെ തന്നെ ഒരു ഗെയിമേഴ്സിനും അതുപോലെ തന്നെ ഒരു ഹെവി യൂസറിനൊക്കെ സ്യൂട്ട് ആകുന്ന ഒരു ചിപ്സെറ്റ് ആണ് ഈ ഒരു കോൾകോം സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ HD ഡിസ്പ്ലേ ആണ് ഈ പോക്കോ M3 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ നൽകിയിരിക്കുന്നത്. അപ്പോൾ മറ്റ് ബ്രാൻഡുകളെല്ലാം ചില സമയത്ത് ചെയ്യാറുള്ള ഒരു കാര്യം, നമുക്ക് ഒരുപാട് 6000 mAh ബാറ്ററി കപ്പാസിറ്റി നൽകുന്നു, അതുപോലെ തന്നെ ഒരു വലിയ ക്യാമറ സെറ്റപ്പ് നൽകുന്നു. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു HD+ എന്ന ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് വരാറില്ല. പക്ഷേ ഈ ഒരു 11000 രൂപ സെഗ്മെന്റിൽ നമുക്ക് 48 മെഗാ പിക്സലിന്റെ ക്യാമറയും അതുപോലെ തന്നെ ഫുൾ HD നോച്ച് ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജറും ടൈപ്പ് C കേബിളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പോക്കോ M3 ആണ്. അപ്പോൾ ഒരു 11000 രൂപ ബഡ്ജറ്റ് ഉള്ള ഒരാൾക്ക് ഏറ്റവും നല്ലൊരു ബ്രാൻഡ് എന്ന് പറഞ്ഞ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ഫോണാണ് പോക്കോ M3 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോക്കോ M3 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ വരുന്നത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. കൂടാതെ നമുക്ക് IR ബ്ലാസ്റ്ററും അത് ഷവോമിയുടെ എല്ലാ മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന ഒരു ഫീച്ചറാണ്. അതുകൊണ്ട് നമുക്ക് വീട്ടിലെ TVസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഇലക്ട്രോണിക്സ് എല്ലാം നമുക്ക് റിമോട്ട് പോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ പോക്കോയുടെ ക്യാമറ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പോക്കോയുടെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ നമുക്ക് 11000 രൂപയ്ക്ക് വാല്യൂ ഫോർ മണി തന്നെയാണ് ഈ ഒരു ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത്. കാരണം 48 മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറയും അതുപോലെ തന്നെ 8 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറെയും ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു പോക്കോ M3 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ് നമുക്ക് നൽകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ ലോക്ക് ബട്ടണും അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സെൻസറും ഒരേ ബട്ടണിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോൺ നൽകുന്നത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഒരേ സമയം യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഫാസ്റ്റ് ചാർജറും ടൈപ്പ് C കേബിളും അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും ഒക്കെ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 11000 രൂപയാണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉള്ളത് എങ്കിൽ നിങ്ങൾ തീർച്ചയായും എടുക്കേണ്ട ഒരു മൊബൈൽ ഫോണാണ് പോക്കോ M3 എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. നമുക്കൊരു ജനുവരി അല്ലെങ്കിൽ ഒരു ഫെബ്രുവരിയിലൊക്കെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ ഇന്ത്യയിൽ വരുമെന്ന് കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും കാലം ഒരു 2 മാസം കൂടി വെയിറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു പോക്കോ M3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം നമുക്ക് 11000 രൂപയിൽ ലഭിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു പോക്കോ M3 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ 11000 രൂപയ്ക്ക് ഈ ഒരു മൊബൈൽ ഫോൺ വാല്യൂ ഫോർ മണിയാണ്. ഈ ഒരു മൊബൈൽ ഫോൺ ഇറങ്ങിയ ശേഷമാണ് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി, ഇപ്പോൾ ക്യാമറ ക്വാളിറ്റി അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ്, ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ പോക്കോയുടെ മുന്നിറങ്ങിയ ബ്രാൻഡുകളൊക്കെ കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പോക്കോ M3 ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തില്ല. കാരണം പോക്കോ നൽകുന്ന ഫീച്ചേഴ്സ് എല്ലാം അത്രയും അടിപൊളി തന്നെയായിരിക്കും. ആദ്യമായി ചാനൽ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെല്ലൈക്കൺ കൂടാതെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സൈനിങ് ഓഫ്.